പുതിയൊരു വിവരം കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സലീം കുമാറിൻ്റെ വിവരങ്ങൾ, ഈ പ്രതിമ പണിയുന്ന കാര്യം കാട്ടുതീ പോലെയാണ് സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചത്. അത് എല്ലാവരും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനെ വളരെ രൂക്ഷമായിട്ട് എല്ലാവരും വിമർശിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, സിറ്റി ഓർഡിനറി ബസ്സുകളൊക്കെ സിറ്റി സർവീസാക്കി എന്ന് പറഞ്ഞിട്ടും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. അവരൊക്കെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പിടിച്ചപ്പോൾ നമുക്കും ഈ 1 കോടി രൂപ കൊടുത്തിട്ട് നമ്മുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കാനൊന്നും നമുക്കും താല്പര്യമില്ല. അപ്പം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഈ വീഡിയോകളും ആൾക്കാരൊക്കെ പറയണതൊക്കെ കേട്ടിട്ട് നമ്മുടെ പിഷാരടി നിയമസഭയിൽ ഒരു 5 മിനിറ്റ് നേരം ഓരോ MLAക്കും സംസാരിക്കാനുള്ള സമയമുണ്ട്. ആ 5 മിനിറ്റ് സംസാരിച്ചത് ഈ കാര്യങ്ങളെ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ കാലത്തെ പോലെ ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കലല്ല ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. അദ്ദേഹം തുടങ്ങിയത് എങ്ങനെയാണ്? ഇപ്പോൾ സലീം കുമാറിന് പ്രതിമ ഉണ്ടാക്കാൻ, സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കോടി രൂപ കൊടുത്തതിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായുള്ള വിവരങ്ങൾ ഗവൺമെൻറ് ജനങ്ങളെ അറിയിക്കുന്നത് നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പിഷാരടി തന്നെ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്മാരകമാണ്. പണ്ടത്തെ പോലെ കാക്ക തൂറാനോ പ്രാവ് തൂറാനോ വേണ്ടിയുള്ളൊരു പ്രതിമ ഉണ്ടാക്കി വയ്ക്കലല്ല പണി. എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിൽ വരുന്ന ആൾക്കാർക്ക് ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കണമെന്നില്ല. കൊച്ചിയിൽ വരുന്ന ആൾക്കാർക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു പാർക്കോ ഒരു മ്യൂസിയോ, അതുപോലെ തന്നെ സലീം കുമാർ അഭിനയിച്ച പടങ്ങളിലെ ഒരു ലഘുചിത്രങ്ങളോ, അതുപോലെ കുറേ മൂപ്പരെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ, ആൾക്കാർക്ക് വരാനും വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു സ്മാരകമാണ് ഉദ്ദേശിക്കുന്നത്. പണ്ടത്തെ പോലെ പ്രതിമ ഉണ്ടാക്കി വയ്ക്കാനല്ല ഉദ്ദേശം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഇത് 1 കോടി രൂപ ചിലവാക്കുന്നത് എന്തിനാണെന്നും അത് നല്ല കാര്യമാണെന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ കൊച്ചിയിൽ ചെല്ലുന്ന ഒരാൾക്ക് അവിടെ ചെല്ലാം. അവിടെ ഒരു മ്യൂസിയം പോലെ പ്രവർത്തിക്കും. അവിടെ ഒരു പാർക്കായിരിക്കും. അവിടെ ഇരിക്കാം, സംസാരിക്കാം. സലീം കുമാറിൻ്റെ പേര് ആ പാർക്കിനിടും. അല്ലാണ്ട് പ്രതിമയല്ല ഉദ്ദേശം എന്ന് പറഞ്ഞതോടുകൂടി നമുക്ക് ഒരു ഗുഡ് സല്യൂട്ട് നമ്മുടെ ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും പിഷാരടിക്കും കൊടുക്കാം. ആ ഭാഗം ക്ലിയറായല്ലോ. ഇനി സിറ്റി സർവീസുകൾ ആക്കിയിരുന്നു. ഓർഡിനറി ബസ്സുകളെ മുഴുവൻ സിറ്റി സർവീസ് ആക്കിയിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരൊറ്റ ബസ് പോലും ഓർഡിനറി ബസ്സിനെ സിറ്റി സർവീസ് ആക്കിയിട്ടില്ല. സിറ്റി സർവീസിൽ ഓടുന്ന വണ്ടികളെ ഓർഡിനറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വ്യാജ പ്രചരണമാണെന്നാണ് പറഞ്ഞത്. ഒരു പരിധി വരെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അത് ശരിയാണ്. ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സിറ്റി ബസ്സും ഓർഡിനറിക്കും തമ്മിലിട്ട് കുറച്ച് ലേബിളുകൾ ഒട്ടിച്ചു. ആ ലേബിളുകൾ ഒട്ടിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അല്ലാണ്ട് ഇവിടെ ഓർഡിനറി ആയ ഓടുന്ന ബസ്സുകളൊന്നും ഇവിടെ ഇപ്പോൾ ഫാസ്റ്റ് പാസഞ്ചറോ സിറ്റി സർവീസോ ആക്കിയിട്ടില്ല. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായുള്ള വ്യാജ പ്രചരണങ്ങളാണെന്നുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി വ്യക്തമാക്കി നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കതിൻ്റെ സത്യം മനസ്സിലായി. ഇതൊക്കെ മുമ്പ് പറയാത്തതിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നിവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും പോകാനുള്ള ബസ്സൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ ബസ്സിലും ഫാസ്റ്റിലും മറ്റുള്ള എല്ലാവരും കയറി കേരളം മുഴുവൻ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KSRTC പൂട്ടി പോകുന്നത് തന്നെയല്ല. അതിനിപ്പോൾ എത്ര കോടി കൊടുത്താലും ഇനി അതിനെ രക്ഷപ്പെടുത്താനും പറ്റില്ല, ഗണേഷ് കുമാർ പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ പരിമിതമായിട്ട് തുടങ്ങി വയ്ക്കുക. തുടക്കത്തിൽ എങ്ങനെ പരിമിതമായിട്ട് തുടങ്ങി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ കോടതി വരെ എന്താ പറഞ്ഞത്? ഗവൺമെൻറ്റിൻ്റെ ഈ പരിപാടി നല്ലതാണ്, അത് തുടരാം എന്നാണ് പറഞ്ഞത്. ഇത് നടത്തരുതെന്ന് പറഞ്ഞ് ബസ് ഉടമകൾ, സ്വകാര്യ ബസ് ഉടമകൾ മറ്റുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തള്ളിപ്പോയി. ഗവൺമെൻറ് ഈ കാര്യങ്ങൾ തുടരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഇതിനേക്കാളും വലിയൊരു കാര്യം വേറെ ഇല്ല. അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം ഒരിക്കലും. അതുപോലെ തന്നെ പ്രിയദർശിനി എന്ന് പറഞ്ഞിട്ട് ബസ്സുകൾ കുറച്ച് ഇറങ്ങാൻ പോകുന്നുണ്ട്. പിങ്ക് ബസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇറക്കാൻ പോകുന്നുണ്ട്. അതെല്ലാം ഇറങ്ങണോട് കൂടിയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും ഇത് ഗവൺമെൻറ്റിൻ്റെ തട്ടിപ്പല്ല, ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള കാര്യങ്ങളെ ചെയ്യണം എന്നുള്ളത്. അപ്പം നമ്മൾക്ക് ധൈര്യമായിട്ട് ഈ ഗവൺമെൻറ്റിനെ വിശ്വസിക്കാം, ധൈര്യമായിട്ട് മുഖ്യമന്ത്രിനെ വിശ്വസിക്കാം, ധൈര്യമായിട്ട് പിഷാരടിനെ വിശ്വസിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ മന്ത്രിസഭയ്ക്ക് ഒരു ഗുഡ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ച് നമുക്ക് വീഡിയോ നിർത്താം.
നമ്മുടെ വിജയ്, കേരളത്തിൻ്റെ വിജയ്, ഇന്ത്യയുടെ വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായപ്പോൾ അവിടെ നിയമസഭയിൽ പറഞ്ഞ എന്താ? മുല്ലപ്പെരിയാർ ഒരു പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ളത്. അതിന് നല്ല ചുട്ടൊരു മറുപടി നമുക്ക് കൊടുക്കേണ്ടതുണ്ട് കേരളത്തിന്. കേരളം മുങ്ങിച്ചാവണത് കാണാൻ അവന് ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അവൻ്റെ പാർട്ടി പച്ച പിടിക്കാനും പാർട്ടി തുടങ്ങാനും വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന അത് ജനവിരുദ്ധമാണ്, കേരളത്തോടുള്ള അവഗണനയാണ്. അതിന് തക്കതായ മറുപടി നമ്മുടെ മുഖ്യമന്ത്രി കൊടുക്കും. നമ്മുടെ വിജയ്, നമ്മുടെ ഫാൻസ്, മറ്റുള്ള അതൊക്കെ അവൻ സിനിമയിൽ കളിച്ചാൽ മതി. അല്ലാണ്ട് കേരളത്തിൻ്റെ ഈ ഡാം വരണം പുതിയത് പണിയണോണ്ട് അവന് എന്ത് നഷ്ടം? അവിടെയുള്ള വെള്ളമൊക്കെ മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം എന്ന് പറഞ്ഞിട്ട് അവരെന്നെ എടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. കരാറൊക്കെ പഴയ പോലെ തന്നെ. പക്ഷേ കേരളം മുഴുവൻ നശിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിജയുടെ ഈ മാനസികാവസ്ഥ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം.